നല്ല സിനിമയാണെങ്കിൽ സ്ക്രിപ്റ്റ് നല്ലതാണെങ്കിൽ സ്ക്രിപ്റ്റാണ് ബാക്ക് ബോൺ. അപ്പം നിങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഇപ്പോൾ ബേസിക്കലി ആനന്ദം എന്ന സിനിമ ചെയ്തപ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു ഞങ്ങൾ അതിനു വേണ്ടി ചെയ്ത പ്രൊമോഷൻസ് മുഴുവൻ അതിൻ്റെ ഒരു ഇനിഷ്യൽ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാനാണ്. അപ്പോൾ സിനിമ വന്നു കഴിയുമ്പോഴത്തേക്കിനും ആൾക്കാർ അതിനൊരു ചാൻസ് കൊടുക്കണം, ഈ പടം പോയി ഒന്ന് കാണണം. അത് കഴിഞ്ഞാൽ പിന്നെ വേർഡ് സ്പ്രെഡ് ആയിക്കോളും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിൽ നമുക്ക് നല്ല വിശ്വാസമുണ്ട്. കോളേജ് ഞാൻ ആനന്ദം കണ്ടപ്പോൾ ആ തിയേറ്ററിനകത്ത് എൻ്റെ അപ്പുറം ഒക്കെ കോളേജ് സ്റ്റുഡൻസ് ആണ്. ആ ഹംപിയിൽ പോകുന്നതും ഇങ്ങനെ അവരെല്ലാം റിലേറ്റ് ചെയ്യാന്നല്ല ഞാൻ പറയാം, എന്താ പറയണ്ടേ, അവർ സ്ക്രീനിൽ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടേയിരുന്നു. ഭയങ്കര നാച്ചുറൽ ആയിരുന്നു എല്ലാവരുടെ അഭിനയം. അതെ, ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു ഈവൻ അപ്പോൾ ആനന്ദം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ റെസ്പോൺസുകളും പതുക്കെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും കോളേജ് സ്റ്റുഡൻസ് എന്നുള്ളത് മാത്രമല്ലാണ്ട് കുറച്ച് മുതിർന്ന ആൾക്കാർ, കുറച്ച് പേരൻസ്, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഫാമിലിയിലെ അച്ഛനും ആയിരിക്കും വന്ന് പറയുന്നത്, ആ സിനിമ ഞാൻ കണ്ടിരുന്നു കേട്ടോ പിള്ളേർ പറഞ്ഞിട്ട്, പക്ഷെ നന്നായിരുന്നു. അപ്പോൾ അങ്ങനെ വൺസ് അവർ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് റെക്കഗ്നൈസബിൾ ആയിട്ടുള്ളൊരു മോഹം അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ് സ്റ്റാർ അല്ലേ പോലും പയ്യൻ കുഴപ്പമില്ല നന്നായിട്ട് ചെയ്തു എന്ന് പറയാനുള്ളൊരു മനസ്സുണ്ട് നമ്മുടെ ഓഡിയൻസിന്. മാച്ച് ബോക്സിന്റെ കഥ ആദ്യമായിട്ട് കേട്ടത് മാച്ച് ബോക്സിന്റെ കഥ ആദ്യമായിട്ട് കേട്ടത് ആനന്ദം കഴിഞ്ഞിട്ട്, ആനന്ദം റിലീസായി എനിക്ക് തോന്നുന്നു ഒരു 2 മാസം അല്ലെങ്കിൽ 1.5 മാസം, ഏകദേശം ഡിസംബറിലെങ്ങാണ്ടാണ്, ഒക്ടോബർ 21 ആനന്ദം റിലീസാവുന്നത്. അപ്പം എനിക്കും വിശാഖിനും ഒരുമിച്ചായിട്ടും പിന്നെ എനിക്ക് വിശാഖിന് അരുൺ തോമസിന് ഞങ്ങൾ ആനന്ദത്തിലെ 4 പേർക്ക് ഒരുമിച്ചായിട്ടും ഒരുപാട് കഥകൾ വരുന്നുണ്ടായിരുന്നു കോൺസ്റ്റന്റ്ലി, ഈ ഒരു ഗ്രൂപ്പിനെ തന്നെ അല്ല ഇതിന്ന് 2 പേരെ തന്നെ എന്നുള്ളത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഞങ്ങൾ തമ്മിൽ ഡിസൈഡ് ചെയ്തു, എടാ നമുക്ക് ഭയങ്കര നല്ലതായിട്ടുള്ളൊരു സാധനം വരികയാണെങ്കിൽ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ അതെ നമുക്ക് തന്നെ അല്ലെങ്കിൽ അവസാനം പിന്നെ സങ്കടം തോന്നി, പക്ഷേ ആനന്ദം പോലൊരു പടം ചെയ്തിട്ട് പിന്നെ ഇത് ചെയ്യണ്ടായിരുന്നു, അങ്ങനെയുള്ളൊരു റിസ്ക് ഒരിക്കലും എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം ഈ കഥ കേൾക്കുന്നത് നിഖിലും കെന്നിയും ശിവനും കൂടെ വന്ന് കൊച്ചിയിൽ എന്നെ മീറ്റ് ചെയ്തു, Cafe 17 എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഞാൻ ലൈക്ക് ഐറോണിക്കലി അല്ലെങ്കിൽ കോയിൻസിഡന്റലി ആനന്ദത്തിന്റെ ആദ്യത്തെ മീറ്റിംഗ് അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് വന്നിരുന്ന ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ മനസ്സിലാവും ഈ ആൾക്കാരുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യണോ വേണ്ടോ. അപ്പൊ അതെല്ലാം പോസിറ്റീവാണ്. ഇവരുടെ 3 പേരുടെ കൂടെ വർക്ക് ചെയ്യണോ എന്നുള്ളത് തീരുമാനിച്ചു. പിന്നെ കഥ നന്നാവണം എന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ കഥയും കേട്ട് ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് നന്മയുള്ള കഥ. പിന്നെ നിഖിലിനും കെന്നിക്കും റൈറ്റിംഗ് അറിയാമെന്നുള്ളത് അവർ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവര് സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു ഇതാണ്. നിഖിലിന്റെ ഇൻവോൾവ്മെന്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിഖിൽ എന്നുള്ള ഒരു വ്യക്തി മാത്രമല്ല, അതിൽ അസോസിയേറ്റ് ഡയറക്ടർ ആയാലും അസിസ്റ്റന്റ് ഡയറക്ടർ ആയാലും എവരിബഡി ഈസ് പുട്ടിംഗ് देयर ഹാർട്ട് ആൻഡ് സോൾ. എന്ന് വെച്ചാൽ ആ ബസ്സിലെ യാത്രയിൽ തന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ആ ബസ്സിലിരുന്ന കിളി നിഖിലായിരുന്നു. മുടിയൊക്കെ കെട്ടി നമ്മൾ നോക്കാൻ കണ്ടക്ടർ ലുക്കായിരുന്നു. കെന്നിയും ഒരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്, അതും പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും അപ്പൊ എല്ലാ രീതിയിലും ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു അവർ. ഓബിയസ്ലി എല്ലാ ദിവസവും ഉണ്ട്, സെറ്റിലുണ്ട്. അപ്പൊ അന്ന് അങ്ങനെ ഈ ആദ്യ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ വിശാഖിനെ ഇമ്മീഡിയറ്റ്ലി വിളിച്ചു. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് വിശാഖിനെയും കിട്ടണമെന്നുണ്ട് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. ആനന്ദം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ആളെ അന്വേഷിച്ച് നടക്കാറ്, നിങ്ങൾ 2 പേരെയും പെർഫെക്റ്റ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ ഉടനെ വിശാഖിനെ വിളിച്ചിട്ട് പറഞ്ഞടാ ഞാൻ നിൻ്റെ നമ്പർ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്, പറ്റുകയാണെങ്കിൽ എത്രയും വേഗം ഈ കഥയെന്ന് കേൾക്കണം, എനിക്ക് തോന്നുന്നത് നമുക്ക് 2 പേർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് നീ കേട്ടിട്ട് പറയാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് വൈകുന്നേരം വിശാഖ് എന്നെ വിളിച്ചു, എന്നിട്ട് കാരണം നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് മീറ്റ് ചെയ്തിട്ട് വിശാഖ് വന്നിട്ട് പറഞ്ഞാൽ നമുക്കിത് ചെയ്യാം, ഇത് കൊള്ളാം ഈ സാധനം. അപ്പോൾ ഈ സമയത്ത് നിഖിലിനും എനിക്ക് ശിവനും പ്രൊഡ്യൂസർ ബാക്കിംഗ് ഒന്നുമില്ല, ഇവരൊരു കഥയായിട്ട് നടക്കുന്ന വോണബി ഫിലിം മേക്കേഴ്സ് ആണ്. ഒരുപാട് പേര് നമ്മളങ്ങനെ മീറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി. പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി, ഇതിനൊരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ബാനർ എവിടെന്നെങ്കിലും കിട്ടാൻ വേണ്ടി. അപ്പോൾ എൻ്റെയും വിശാഖിൻ്റെയും ഉള്ള കുറച്ച് കോൺടാക്ട്സ് ഞങ്ങൾ യൂസ് ചെയ്തു, ഒന്നും വർക്കൗട്ട് ആയില്ല. പിന്നെ ഞാൻ മൻസൂറിൻ്റെ സെറ്റിലേക്ക് പോയി, വിശാഖ് ചങ്സിൻ്റെ സെറ്റിലേക്ക് പോയി. ഇടയ്ക്കിടെ ഇങ്ങനെ പറയും ചേട്ടാ ആ പടം ഒന്നും നടക്കുകയായിരുന്നെങ്കിൽ, അന്ന് ഇതിൻ്റെ പേര് അമ്പു എന്നായിരുന്നു, മാച്ച് ബോക്സ് എന്നല്ല, എടാ ആ പടം നടക്കുകയായിരുന്നെങ്കിൽ പക്ഷെ അത് ശരിക്കും നടക്കണമെന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടെ ശിവനുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, എന്തെങ്കിലും ആയോ. പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട്, ഞാൻ മൻസൂറിൻ്റെ സെറ്റിലായിരുന്നു, വിളിച്ചിട്ട് പറഞ്ഞു രേവതി കലാമന്ദിർ ഓക്കെ. ബിഗ് ബാനർ, അപ്പോൾ അങ്ങനെ ഇമ്മീഡിയറ്റ്ലി തുടങ്ങാം, അടുത്ത മാസം തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും വിശാഖും അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കമ്മിറ്റ്മെന്റ്സ് ഒക്കെ തള്ളി നീക്കി അതിൽ നിന്നൊക്കെ മാറി വന്ന് മാച്ച് ബോക്സ് ചെയ്യാം. ഇന്നിപ്പം യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. നിങ്ങളൊക്കെ എത്രത്തോളം ആക്റ്റീവാണ് സോഷ്യൽ മീഡിയയിൽ? അതോ മാനേജേഴ്സ് ആണോ? സത്യം പറയണം. ഇല്ല, സത്യമായിട്ടും എനിക്കിഷ്ടമല്ല മാനേജർ. ലൈക്ക് അങ്ങനെ നമുക്കിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേറൊരാളായി ആകുമ്പോൾ
അത് അത്രത്തോളം വരില്ല. അതുകൊണ്ട് എനിക്കിഷ്ടമല്ല. നല്ല കുട്ടി, ഇതുവരെ പറഞ്ഞതൊക്കെ ഞാൻ മാറ്റിയെടുത്തു. ചില കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ എവിടെയോ ഞാൻ പറയുന്നു ദൃശ്യ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന്. എന്താണ് ദൃശ്യ അതിന്റെ ഒരു കാര്യം? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് ചില സമയത്ത് ഞാൻ ഭയങ്കര ഹൈപ്പർ ആവും, ചില സമയത്ത് ഇതാവും. പ്രൊമോഷണൽ ഷൂട്ടിന് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആദ്യത്തെ ദിവസം സംഭവിച്ചത് എന്താണ്? എന്തായിരുന്നു, ഞാൻ ഒരു ഇതിലിരുന്നു നോക്കിയിരുന്നു അല്ലേ, ഒരു രാത്രി മുഴുവൻ നമ്മൾ എറണാകുളത്തുനിന്ന് വിടുന്നത് തന്നെ രാത്രി ആയപ്പോഴാണ്. അപ്പൊ ദൃശ്യ വണ്ടിയിൽ കയറിയിട്ട് ദൃശ്യ ഉറങ്ങിക്കോളുമല്ലോ എന്ന് വിചാരിച്ചു. ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മറ്റേ റെയിൽവേ സ്റ്റേഷൻ പോലെ ആയി. ബഹളം, ഒരു മിനിറ്റ് മിണ്ടാണ്ടിരിക്കുന്നില്ല, വലിയ ശല്യം. എന്നിട്ട് ആൾ വണ്ടിയിൽ കയറിയേക്കുന്ന മറ്റേ പുതപ്പും ഞാൻ ഫുൾ ഉറങ്ങണം എന്ന് വിചാരിച്ചു. എനിക്ക് AC തീരെ പറ്റില്ല, എനിക്ക് വേഗം തണുക്കും. അപ്പൊ ഞാൻ ഫുൾ പുതപ്പും ഒക്കെ എടുത്ത് വെച്ചിട്ട് എൻ്റെ അടുത്ത് റോഷ് ചേട്ടൻ പറഞ്ഞു ഉറങ്ങി പോരുതെന്ന് പറഞ്ഞു. കാരണം ആള് ഡ്രൈവ് ചെയ്യാണ്, ഇപ്പോൾ ഉറങ്ങരുത്, അപ്പോൾ ആളും ഉറങ്ങിപ്പോവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇല്ല, അത് പറ്റില്ല, ഞാൻ എന്തായാലും ഉറങ്ങും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എന്താണോ ആ സമയത്ത് എനിക്ക് ഉറക്കേ വന്നില്ല. എപ്പോഴും അമ്മ കൂടെ ഉണ്ട്, ചേച്ചിയമ്മ, ദേഷ്യപ്പെടണ്ട. ചേച്ചിയമ്മ അമ്മ സുന്ദരിയാന്ന് എനിക്കറിയാം, എൻ്റെ അമ്മയല്ലേ. അതങ്ങനല്ല, തിരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അല്ല, നിന്റെ സൗന്ദര്യം നിന്റെ അമ്മയ്ക്ക് കിട്ടില്ല. ഇല്ല, അമ്മ ഇല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരു ബ്ലഡ് ഉണ്ടല്ലോ, A+. അമ്മയെ കണ്ടാൽ ചേച്ചിയാന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയമ്മ. എന്ത് ചെയ്യാനോ, ചേച്ചിയെ ജനിക്കേണ്ടതായിരുന്നു. എന്താണ് ഒരു അബദ്ധം പറ്റിയത്. എപ്പോഴും അമ്മ കൂടെ ഉണ്ടാവാറുണ്ട്. ഇന്നലെ ഈ പ്രൊമോഷൻ ഷൂട്ടിന് വന്നപ്പോൾ മാത്രം മോളെ ഒറ്റയ്ക്ക് വിടാൻ എന്തോ പറ്റി? അത് അച്ഛൻ സത്യം പറയുന്ന കുട്ടി, ഗുഡ് ഗുഡ്. സത്യമായിട്ട് അച്ഛൻ ഇപ്പൊ 2 ദിവസമായിട്ടുള്ള വന്നിട്ട്. പോരാത്തിന് അമ്മയ്ക്ക് തീരെ വയ്യ. അതെ, അതാണ് ആദ്യം പറയുന്നത്. ഇപ്പൊ ഞങ്ങൾ അച്ഛൻ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒബ്വിയസ്ലി വിചാരിക്കും അച്ഛൻ അല്ലെ, അമ്മയ്ക്ക് അച്ഛനെ മിസ് ചെയ്യാൻ പറ്റില്ല, നീ പോയിട്ട് ചെയ്യാൻ പറ്റില്ല. അല്ല അച്ഛൻ അല്ല, അവരും എല്ലാരും ഒരുമിച്ച് തരാന്ന് വിചാരിച്ചതാ. പക്ഷെ പിന്നെ അപ്പൂനും അപ്പൂന്ന് പറയുന്നുണ്ട് അനിയൻ, അപ്പൂനും വയ്യ, ഇപ്പത്തെ പനിയൊക്കെ ശ്രദ്ധിക്കണല്ലോ. അപ്പൊ പിന്നെ ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു റെസ്റ്റ് ചെയ്തോന്ന്. +1 +2 പഠിക്കുന്ന കാലത്ത് എത്രത്തോളം സിനിമ കണ്ടു? എങ്ങനെ സിനിമയെ എത്രത്തോളം ആഗ്രഹിച്ചു? എത്രത്തോളം സിനിമയോട് ഇഷ്ടമുണ്ടായിരുന്നു? ഞാൻ ബേസിക്കലി ഞാൻ അങ്ങനെ കുറേ ഫിലിംസ് ഒന്നും കാണുന്ന ആളല്ല. അത് ചേട്ടന് നല്ലോണം അറിയാം. വേറെ ഒന്നും പറയരുത്, ഓക്കെ? ഒന്നും മിണ്ടി പോകരുത്. ഞാൻ അധികം ഫിലിംസ് കാണാറില്ല. പക്ഷെ ഞാൻ ഹാപ്പി വെഡിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫിലിം കാണണം, അയ്യോ എന്തെങ്കിലും അറിയണമോ, എനിക്ക് എന്താ ഒന്നും അറിയാത്ത അങ്ങനെ ഒരു ഫീലിംഗ് വന്നപ്പോ ഞാൻ കാണാൻ തുടങ്ങി. ഞങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. ഏതൊക്കെ സിനിമ കാണണം? ദൃശ്യം ഉണ്ടാവുന്നതിന് മുമ്പ് മലയാളത്തിൽ സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്ന് നീ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ടത് ഇതൊക്കെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു സിനിമ കാണുന്നതും വലിയൊരു എഡ്യൂക്കേഷനാണ്. പാട്ട് കേൾക്കുന്നത്, പാട്ടിനോടുള്ള ഒരു കേൾവി, അതുപോലെ തന്നെ സിനിമ കാണുന്നത്. എത്രത്തോളം സിനിമ കാണും റോഷൻ? ഞാൻ ഒത്തിരി കാണും. എനിക്ക് അത് കുഞ്ഞിലെ പോലെ, എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ ആയിരുന്നപ്പോഴത്തേക്കിനും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സൈഡിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു ക്രേസ്. അവർ രണ്ടുപേരും കുഞ്ഞിലെ മുതൽ, ഞങ്ങളൊക്കെ ഉണ്ടായി തിയേറ്ററിൽ പോകാൻ പറ്റുന്ന പ്രായം മുതൽ എൻ്റെ ചേച്ചീനെ കൊണ്ട് തിയേറ്ററിന് പോകുമായിരുന്നു. എല്ലാ ആഴ്ചയും ഒരു സിനിമ എന്നുള്ളത് ഇതാണ്. മമ്മൂക്കയുടെ പടം ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം ഇറങ്ങിയ വീക്കെൻഡ് തന്നെ കാണുക എന്നുള്ളതാണ് വീട്ടിലെ ഒരിത്. അപ്പം അങ്ങനെ എനിക്ക് അവിടുന്ന് കിട്ടിയതാവാം. ഞായറാഴ്ച ദിവസം വീട്ടിലിരിക്കുകയാണ്, 4 മണിക്കത്തെ TV വരുന്ന സിനിമ കാണും. അപ്പം അങ്ങനെ എൻ്റെയും താല്പര്യം കൂടി. പിന്നെ ചേച്ചി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ പതുക്കെ ചേച്ചി മലയാളം മാത്രമല്ല ഹിന്ദിയിലേക്ക് പോയി, പതുക്കെ ഹോളിവുഡ് പടങ്ങൾ കണ്ടു തുടങ്ങി. അപ്പം അവൾ എന്നെ വിളിച്ചിരുത്തി, എടാ ഈ ഒരു സിനിമ നീ കാണണമെന്ന് പറയും. അപ്പോൾ എനിക്കതൊക്കെ ഇത് വേണ്ട, നമുക്ക് ഇതിൽ മലയാളം പടം കാണാമെന്നുള്ള ഇതിലായിരുന്നു ആദ്യം. പക്ഷെ കുറച്ച് കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞാൻ എൻ്റെതായ രീതിയിൽ എക്സ്പ്ലോറേഷൻ തുടങ്ങി. അവളുടെ സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമകൾ ഷെയർ ചെയ്യും. പിന്നെ ഒരു കോളേജൊക്കെ എത്തിയ സമയത്ത് ഇതൊരു നേർച്ച പോലെ എല്ലാ ദിവസവും ഒരു 1-2 സിനിമ എന്നുള്ള ഒരു കാര്യം. വേറെ ഒന്നിനും സമയമില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടിയാൽ സിനിമ കാണും. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട, കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടായിരുന്ന ഒരു സിനിമ ഇപ്പം റിലീസ് ചെയ്തിരിക്കുകയാണ്, ലിപ്സ്റ്റിക് അണ്ടർ മൈ ബുർക്ക. കണ്ടോ? ഇല്ല, എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല. ഈ ജസ്റ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റിലീസായത്. കൊങ്കണ സെൻ ശർമ്മ ഡയറക്ട് ചെയ്തത്. ഒരുപാട് കാലമായിട്ട് റെഡി ആയിരുന്ന ഒരു പടമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അത് സെൻസർ ബോർഡിന്റെ സൈഡിൽ നിന്നുള്ള ഒരു പെർമിഷൻ അല്ലെ ഡിലേ കാരണം അവർ ഫുള്ളി പടം ബാൻ ചെയ്തായിരുന്നു. ആദ്യം കുറെ കാലം റിലീസ് ചെയ്യാനേ പറ്റില്ല എന്ന് പറഞ്ഞ് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പം അഗൈൻ ഇപ്പൊ ഞങ്ങൾ മാച്ച് ബോക്സിന്റെ ഷൂട്ടിന്റെ സമയത്ത് ഒരുപാട് സിനിമകൾ മിസ്സായി. ഇപ്പൊ പ്രൊമോഷന്റെ തിരക്കായത് കാരണം ഇനി ഒരുപാട് സിനിമകൾ കണ്ടു തീർക്കാൻ ഒരു ലിസ്റ്റ് ഇങ്ങനെ വലുതായിട്ടുണ്ട്. അത് കാരണം ഇപ്പൊ സിനിമയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു? എവിടെ എത്തില്ലായിരുന്നു. എന്താണ് അംബിഷൻ? അങ്ങനൊന്നുമില്ല. എനിക്ക് ഇന്ന പ്ലാൻ, ഞാൻ ഒരിക്കലും
ഫിലിമിലേക്ക് ഞാൻ വരണം, കുറേ ആഗ്രഹിച്ച് കുറേ വർക്ക് ചെയ്ത് കുറേ ഓഡിഷനൊക്കെ പോയി, അങ്ങനത്തെ ഒരു ഇതല്ല. എങ്ങനെയൊക്കെയോ ആയി എവിടെയോ അങ്ങനെ ഒരു പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പ്ലാൻ ചെയ്യാറില്ല. വരണത് വരട്ടെ, പോണത് പോട്ടെ, എല്ലാതെ ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം അത് മാത്രമാണ് എനിക്കുള്ളത്. സിനിമ എന്ന് പറഞ്ഞാൽ ഏത് ഏരിയയും അങ്ങനെയാണ്. പക്ഷെ നമുക്ക് പാഷനോടെയാണ് സിനിമയിൽ വന്നെങ്കിലും ഇന്ന് എത്രത്തോളം സെക്യൂർഡാണ് സിനിമ? മലയാള സിനിമ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്ന ആർട്ട് ഫോം ഭയങ്കര സെക്യൂർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഇപ്പോൾ ഓരോ കൊല്ലം ഇറങ്ങുന്ന സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. പല പല ജോണറിലെ അല്ലെ പല പല സ്റ്റൈലിലെ നല്ല സിനിമകൾ ഒരുപാടുണ്ട് നമുക്ക്. പലതരത്തിലുള്ള കഥ പറയുന്ന സിനിമകൾ. അതെ, ഇപ്പൊ നമ്മള് ഇപ്പൊ ബോളിവുഡ് എന്നൊരു ഇൻഡസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബോളിവുഡിൽ ഇറങ്ങുന്ന 90% സിനിമകളും ഒരു കാറ്റഗറിയിൽ നമുക്ക് കാണാൻ പറ്റും. ബോളിവുഡ് എന്നുള്ള ബ്രാക്കറ്റ്. അതെ, അപ്പം പിന്നെ ഓഫ്കോഴ്സ് ബോളിവുഡിലും വേറെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകളുണ്ട്. ഒരു രീതിയിലെയും ബോളിവുഡിസം തോന്നിക്കാത്ത സിനിമകളുണ്ട്. പക്ഷേ മലയാളം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൻ്റെതായിട്ടൊരു ജോൺറ, ഒരു മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ തിയേറ്ററുകളിൽ ഒരേ സമയത്ത് ഒരു തൊണ്ടിമുതലും ദൃക്സാക്ഷിയും ഹിറ്റാവുന്നുണ്ട്, പുലിമുരുകൻ ഹിറ്റാവുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത സിനിമകളാണ്. അപ്പം ഓരോ ഫിലിം മേക്കേഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നല്ല എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിന് അവരുടേതായ ഒരു സ്റ്റൈൽ, ഒരു ജോൺർ. രാജീവ് രവി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം രാജീവ് രവി സാറിൻ്റെ സിനിമ എന്ത് സ്റ്റൈലായിരിക്കും. ദിലീഷ് പോത്തൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അതുപോലെ തന്നെ ഇപ്പം ഒരു അഗൈൻ പുലിമുരുകൻ്റെ വൈശാഖ് സാറിന്റെ ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റൈല്. രഞ്ജിത്തേട്ടന്റെ സിനിമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. യെസ്, ഇപ്പം ഷാജി കൈലാസ് ഒരു ഫിലിം, നമുക്ക് നമ്മുടെ സംവിധായകരെ കുറിച്ച് അറിയാം. ഏത് തരത്തിലുള്ള വിഭവം ആയിരിക്കും അവരെ നമ്മുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഒരു മലയാള സിനിമയ്ക്ക് വേണ്ട എലമെന്റ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമയിലേക്ക് കുത്തി നിറയ്ക്കുന്നില്ല ആരും. എൻ്റെ സിനിമ അത് ഈ സ്റ്റൈലിലെ സിനിമയായിരിക്കും. അങ്ങനെ ആൾക്കാർ ചിന്തിക്കുന്നിടത്തോളം കാലം ഐ തിങ്ക് സിനിമ ആസ് എൻ ഇൻഡസ്ട്രി ഇസ് സേഫ് ഇൻ ടേംസ് ഓഫ് നമ്മുടെ പ്രോഡക്ട്സിന്. പിന്നെ അതിൻ്റെ റിസപ്ഷൻ എങ്ങനെയാണ്, ഇപ്പം ചിലപ്പോൾ ചില ജോൺറേഴ്സിന് ഒബ്വിയസ്ലി ഓഡിയൻസസ് കുറവായിരിക്കും. ഇത്തിരി സീരിയസ് ആയിട്ടുള്ളൊരു ഫിലിം അല്ലെങ്കിൽ ഹൊറർ എന്ന് പറയുന്നത് ഇപ്പോഴും ഭയങ്കര ട്രിക്കിയാണ് നമ്മുടെ നാട്ടിൽ. എത്ര നന്നായിട്ടൊരു ഹൊറർ ഫിലിം ഉണ്ടാക്കിയാലും ചിലപ്പോൾ ആൾക്കാർ തിയേറ്ററിൽ പോകുന്നതിന് എനിക്ക് പേഴ്സണലി തോന്നുന്നതാണ് തിയേറ്ററിൽ പ്രേതപ്പടം കാണാൻ പോണോ, ആ ഒരു ചിന്ത. അതെനിക്ക് തോന്നുന്നു മലയാളി നമ്മൾ പറഞ്ഞതൊക്കെ പറഞ്ഞാലും ഈവൻ ഹോളിവുഡ് സിനിമ പോലും ഇത്രയും നേരം ഇരുന്ന് കാണുന്ന ഒരു സമൂഹം വേറെ ഉണ്ടോന്ന് അറിഞ്ഞൂടാ. അപ്പം നമുക്ക് ആ ഇംഗ്ലീഷ് ഫിലിമൊക്കെ ഹൊറർ ഫിലിംസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ അതാണ്. അപ്പൊ ആ ഒരു പെർഫെക്ഷൻ കിട്ടുമോ എന്നുള്ള ഒരു പ്രീ ഡിറ്റർമിനേഷൻ ആണ് നമ്മളെ തിയേറ്ററിലേക്ക് എത്താത്തത്. ഇപ്പൊ ഞാൻ നേരത്തെ ആനന്ദത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ പുതിയൊരാൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്, അതിനൊരു ചാൻസ് കൊടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു നമ്മുടെ ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് വരേണ്ട ഒരു ജനറോസിറ്റിയാണ്. ഇപ്പൊ എസ്ര എന്ന് പറയുന്ന മൂവി ടെക്നിക്കലി ബ്രില്യന്റ് ആയിരുന്നു. നമ്മള് അപ്പം നമ്മൾ മലയാളത്തിൽ ഒരു ഹൊറർ ഫിലിമിൽ കണ്ടതിനെക്കാട്ടിലും ഇതുവരെ കണ്ടിട്ടുള്ളതിനെക്കാട്ടിലും ഒക്കെ ടെക്നിക്കൽ സൈഡിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിരുന്ന ഒരു സിനിമയാണ്. ഒരു ഇംപെർഫെക്ഷൻ നമുക്ക് അവിടെ ഇവിടെ അങ്ങനെ തോന്നിയിട്ടില്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നു ആ ക്രൂ മലയാളി പ്രബുദ്ധരായ പ്രേക്ഷകരാണ്. അവർക്ക് മുന്നിൽ എത്തിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് മീറ്റപ്പ് ചെയ്തു, പടം വിജയിച്ചു, അത്രേ ഉള്ളൂ. ശരി. വീണ്ടും മാച്ച് ബോക്സിലേക്ക്. കോഴിക്കോടായിരുന്നു. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ കലവറയാണ് കോഴിക്കോട്. എത്രത്തോളം എൻജോയ് ചെയ്തു? ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് നോമ്പ് തുറന്നു, റംസാൻ നോമ്പ് തുറന്നു. പിന്നെ അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ 2 ആഴ്ച നമ്മളെ കൊണ്ട് പറ്റുന്നത്രയും ഷൂട്ട് അത്യാവശ്യം ഹെക്ടിക് ആയിരുന്നു. നമുക്ക് പുറത്തിറങ്ങാനുള്ള സമയം വളരെ കുറവാണ്. പക്ഷേ ഈ റഹ്മത്തിലെ ബീഫ് ബിരിയാണി, ബീച്ചിന്റെ സൈഡിൽ കിട്ടുന്ന മറ്റേ ഉപ്പിലിട്ട സാധനങ്ങള്, കാടമുട്ട, ആദാമിന്റെ ചായക്കടയിൽ ഇവരെല്ലാരും കൂടെ, ഇവർക്ക് ആക്ച്വലി കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാനും വിശാഖും ഒക്കെ ഭയങ്കര ബിസി ആയിരുന്നു. ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഓഫ് ഡേ കിട്ടുന്നുണ്ടായിരുന്നു. ഒരു പ്രേക്ഷകൻ ചിന്തിക്കുകയാണ്, ഇന്ന് നമുക്ക് വിരൽത്തുമ്പത്ത് സിനിമയുണ്ട്, യൂട്യൂബിൽ കാണാം, സിനിമ TV-യിൽ കാണാം, എന്താണ് മാച്ച് ബോക്സ് എന്നെ തിയേറ്ററിൽ എത്തിക്കുന്നത് എന്ന് ഒരു പ്രേക്ഷകന്റെ മനസ്സിൽ നിന്നും ഒരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും റോഷന്റെ ഉത്തരം? ഒരു വളരെ ഡിഫറെൻ്റ്ലി മെയ്ഡ് ഫിലിമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിവറാം മോണി എന്ന് പറയുന്ന ഫിലിം മേക്കറിന് അയാളുടേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്. മലയാളത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്റ്റൈലാണ് ശിവൻ സ്വന്തമായിട്ട് ഇത്രയും കൊല്ലങ്ങൾ കൊണ്ട് എങ്ങനെയോ ജനറേറ്റ് ആയി വന്നിട്ടുള്ളൊരു സ്റ്റൈലാണ്.
പിന്നെ ആ സ്റ്റൈലിൽ ശിവൻ പറയുന്ന കഥ അതൊരു കോഴിക്കോട് സെറ്റിങ്ങിൽ പറയുന്നൊരു സാധനമാണെങ്കിലും വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കഥയാണ്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പ്രണയങ്ങളുടെയും പ്രതീക്ഷകളുടെയും കഥയെന്നാണ് ഒറ്റവാക്കിൽ ജീവിതഗന്ധിയായ ഒരു സിനിമ. അതെ. അപ്പോൾ അതിനകത്ത് ഇപ്പം കുടുംബബന്ധം കാണിക്കുന്നുണ്ട്, സൗഹൃദം കാണിക്കുന്നുണ്ട്, പ്രണയം കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ടോണിലല്ല ശിവൻ ഇതിനെ കാണിക്കുന്നത്. അങ്ങനെയല്ല നിഖിലും കെന്നിയും എഴുതിയപ്പോൾ അതിനെ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാ രീതിയിലും ഒരു ഫുൾ എൻ്റർടൈനറാണ് മാച്ച് ബോക്സ്. പക്ഷേ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലിൽ എടുത്തിട്ടുള്ളൊരു എൻ്റർടൈനറാണ്. അതിലെ നായകൻ ഇത്രയും ഭംഗിയായിട്ട് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നാളെ തന്നെ പോയി സിനിമ കാണും. യു പ്രസന്റഡ് ഇറ്റ് ഇൻ എ വെരി നൈസ് വേ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ മനസ്സിൽ മാച്ച് ബോക്സ് ഇതാണ് ആവേണ്ടതും. നിധി എന്ത് പറയുന്നു? നിധി ഓക്കെ. നിധി ഈ മൂവി എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തത് ഒരു കോമഡിയാണ് മെയിൻ ബേസ് ഈ മൂവിയുടെ. പക്ഷെ ഒരു ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഫാമിലി സ്റ്റോറി, ഒരു ഫാമിലി ലൈഫ് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ പറയുന്നുണ്ട്, പിന്നെ ക്യൂട്ടായൊരു ലവ് സ്റ്റോറി ഉണ്ട്. അങ്ങനത്തെ ഒരു മൂവിയാണ്. ഇന്ന പ്രായക്കാർക്ക് കാണാൻ പറ്റിയതാണ്, ഒരു ഏജ് ഗ്രൂപ്പ് ഫാമിലി പടമാണ് അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഫിലിമോ, എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു ഫിലിം. നമ്മൾ നേരത്തെ പ്രണയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ റോഷനെ തേച്ചൊട്ടിച്ച് എൻ്റെ കൂടെ എന്നേക്കാൾ മുൻപ് വന്നു ദൃശ്യ. ഞാൻ ഇത്രയും ദൃശ്യയിൽ ഒരു എക്സൈറ്റഡ് ആയ ഒരു നിമിഷം ഞാൻ കണ്ടില്ല. ബട്ട് അതേ ക്വസ്റ്റ്യൻ ഞാൻ തിരിച്ചൊന്ന് വിട്ടാൽ എന്തായിരിക്കും? വാട്ട് വിൽ ബി യുവർ ആൻസർ? ഇല്ല, ഞാൻ ഇപ്പൊ തന്നെ എന്താ പറയാ, ഇല്ല ഞാൻ കുറച്ചുകൂടി മെച്ചുവേർഡ് ആവട്ടെ. ഇപ്പൊ കുട്ടിയല്ലേ, കളിച്ചടക്കണ പ്രായല്ലേ. എന്ത് കളിച്ചു? 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും. എന്നാലും അതുകൊണ്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പക്വതയായിട്ട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ദൃശ്യയുടെ മാൻലി കോൺസെപ്റ്റ്? എന്നെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്നെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ക്ഷമയൊക്കെ ഉള്ള ആൾ വേണം. പിന്നെ എന്താ വേണ്ടത്? അത്രയൊക്കെ തന്നെ. എനിക്ക് അത് മതി, ക്ഷമ മാത്രം മതി. അല്ല, ക്ഷമ വേണം. പിന്നെ എന്നെ നല്ലോണം നോക്കണം, ഫുഡൊക്കെ വെച്ച്, അതൊക്കെ തന്നെ സാധാരണ ഗേൾസും ആഗ്രഹിക്കുന്ന പോലെ തന്നെ. പൈസ ഇല്ല, പൈസ വേണം. നല്ല ഫുഡും വേണം, നിന്നെ നല്ലോണം നോക്കണം. ഫുഡ് വേണം, പൈസ വേണമെന്നില്ല. നല്ലോണം നോക്കണം, ഭക്ഷണം വാങ്ങിച്ചു തരണമെങ്കിൽ അയ്യോ അങ്ങനെയൊന്നുമില്ല ചേച്ചി, അങ്ങനെയൊന്നുമില്ല. അല്ല, എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് പേഷ്യൻസും അങ്ങനെ ഉള്ള ആൾ വേണം. പിന്നെ എല്ലാ രീതിയിലും നല്ല എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആണെങ്കിൽ കറക്റ്റ് ആയിരിക്കും അല്ലേ? ടീച്ചറോ? അതായത് കുട്ടികളൊക്കെ ഹാൻഡിൽ ചെയ്ത് നല്ല ടീച്ചർ വേണ്ട. അപ്പം നമ്മൾ സമയം പോയത് മാച്ച് ബോക്സ് വിശേഷം പറഞ്ഞ് സമയം പോയതേ അറിഞ്ഞില്ല. എന്താണ് അവസാനമായിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ ഇപ്പം മാച്ച് ബോക്സ് ഇതുവരെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും ഇങ്ങനൊരു ചെറിയ നല്ല സിനിമയുണ്ട്, പോയി കാണണം എന്ന് പറയുക. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾക്കൊരു ചാൻസ് തരിക. നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവില്ല. താങ്ക് യു സോ മച്ച്. സമയം പോയതേ അറിഞ്ഞില്ല. മാച്ച് ബോക്സ് വിശേഷം പോലെ തന്നെ പെട്ടെന്ന് ചേച്ചിയുടെ അടുത്ത് ഇന്റർവ്യൂ വാസ് വെരി നൈസ്. ഉറക്കെ പറയൂ. ഇന്റർവ്യൂ വാസ് വെരി നൈസ്. അതെ, ഞാൻ 2ാമത്തെ പ്രാവശ്യമാണല്ലോ വരുന്നത്. അടിപൊളിയായിരുന്നു. ആണല്ലേ? താങ്ക് യു ഫോർ ജയന്തി. താഴോട്ട് വരൂ, ഇന്റർവ്യൂ കഴിഞ്ഞു.